കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 3 ഡയമെൻഷണൽ ജോമെട്രി പഠിച്ചായിരുന്നു. അതിൻ്റെ അകത്ത് ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചു. പിന്നെ ട്രയാങ്കിളിൻ്റെ വെർട്ടിസസ് തന്നാൽ അത് ഐസോസെലസ് ആണ്, ഇക്വിലാറ്ററൽ ആണ്. പിന്നെ പാരലലോഗ്രാം 4 വെർട്ടിസസ് എന്ന പാരലലോഗ്രാം ആണ് പ്രൂവ് ചെയ്യാൻ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തായിരുന്നു. അവിടെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാനുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ സെറ്റ് ഓഫ് പോയിന്റ്സ് which is equidistant from the points 1, 2, 3 and 3, 2, -1. 1, 2, 3 എന്ന് പറയുന്ന പോയിന്റ്, 1, 2, 3 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണെന്ന് വിചാരിക്കുക. 3, 2, -1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണെന്ന് വിചാരിക്കുക. ഈ രണ്ട് പോയിന്റിൽ നിന്നും തുല്യ അകലത്തിൽ വരുന്ന പോയിന്റ്സിന്റെ ഒക്കെ സെറ്റ്. ഇതിന് രണ്ടിന്റെ തുല്യ അകലത്തിൽ വരുന്ന ഒരു പോയിന്റ് ഇവിടെ കിട്ടും, പിന്നെ ഇവിടെ കിട്ടും. ഇങ്ങനെ എടുത്താൽ ഈ ഡിസ്റ്റൻസ് സെയിമാണ്. അങ്ങനെയുള്ള പോയിന്റ്സ് എല്ലാം കൂടെ കൂടി വരയ്ക്കുമ്പോൾ ഒരു ലൈനോ അല്ലെങ്കിൽ ഒരു കർവോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കിട്ടും. ആ കിട്ടുന്ന സംഗതിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ കഴിച്ചിട്ടുണ്ട്. അതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ സെറ്റ് ഓഫ് പോയിന്റ്സ് വിച്ച് ഈസ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദീസ് ടു പോയിന്റ്സ്. ഇതിന് രണ്ടിനും തുല്യ അകലത്തിലുള്ള പോയിന്റ്സിന്റെ കളക്ഷൻ. അത് ചിലപ്പോൾ ലൈൻ ആവാം, ചിലപ്പോൾ വേറൊരു കർവ് ആകാം. എന്താണെങ്കിലും അതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ടുള്ളതാണ്. അതിനകത്ത് എക്സ് വൈ ഇസഡ് വരും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു പോയിന്റ് എടുക്കാം. ഈ പോയിന്റ് നമുക്ക് എ എന്ന് എടുക്കാം, ഈ പോയിന്റ് നമുക്ക് ബി എന്ന് എടുക്കാം. എ ഇസിക്കൽ ടു ദിസ് പോയിന്റ്, ബി ഇസിക്കൽ ടു ദിസ് പോയിന്റ്. ഇനി ഇതിന്റെ ഇടയ്ക്ക് ഈക്വൽ ഡിസ്റ്റൻസിൽ വരുന്ന ഒരു പോയിന്റ് ജനറൽ ആയിട്ട് പി ഓഫ് എക്സ് വൈ ഇസഡ് നമ്മൾ എടുത്തു. എന്നിട്ട് പി ഓഫ് എക്സ് വൈ ഇസഡ് ബി എ പോയിന്റ് വിച്ച് ഈസ് ഇക്വി ഡിസ്റ്റന്റ് ഫ്രം എ ആൻഡ് ബി. എയിൽ നിന്നും ബിയിൽ നിന്നും തുല്യ അകലത്തിലുള്ള ഒരു പോയിന്റ് പി എന്ന് എടുത്തു. പി ഓഫ് എക്സ് വൈ ഇസഡ് നമുക്ക് അതിന് പേര് കൊടുക്കാം, പി ഓഫ് എക്സ് വൈ ഇസഡ്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ട് പറയാമല്ലോ എ പിയും ബി പിയും സെയിം ആണ്. എ പി ഈക്വൽ ടു ബി പി, അതിലൊരു സംശയവുമില്ല. എ പി ഈക്വൽ ടു ബി പി. അങ്ങനെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. എ പി ബി പി കണ്ടുപിടിക്കുക. എ പി എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് √(x2 - x1) ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ എ പി. നമ്മളിവിടെ x1 y1 z1 ആയിട്ട് എയും x1 y1 z1 ആയിട്ട് എ എന്ന് പറയുന്നത് 1, 2, 3. x2 y2 z2 ആയിട്ട് പി എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് വൈ സെഡ് അല്ലായിരുന്നു. പി എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഇസഡ്. ഇങ്ങനെ എടുത്തു. നമ്മൾ എ പി കാണാൻ പോവാം. അപ്പൊ നമ്മൾ കൊടുക്കണം x2 - x1. x2 എന്ന് പറഞ്ഞ എക്സ് മൈനസ് x1 എന്ന് പറഞ്ഞാൽ 1, x - 1 ഹോൾ സ്ക്വയർ റൂട്ടുണ്ട് പ്ലസ് y2 - y1 എന്ന് പറഞ്ഞാൽ y - 2 ഹോൾ സ്ക്വയർ, y - 2 ഹോൾ സ്ക്വയർ പ്ലസ് z2 - z എന്ന് പറഞ്ഞാൽ z - 3 ഹോൾ സ്ക്വയർ, z - 3 ഹോൾ സ്ക്വയർ. ഇവിടെ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല, ഇങ്ങനെ ഇട്ടേക്കാം. അതാണ് എ പി. ഇനി ബി പി കാണുക. ബി പി കാണുമ്പോൾ ബി ആയിട്ട് x1 y1 z1 വരും, പി ആയിട്ട് x2 y2 z2 വരും. അതായത് ഇവിടെ x2 y2 z2 മാറ്റമില്ല, x1 y1 z1 മാറി 3, 2, -1 വരും. രണ്ടാമത്തെ എഴുതുമ്പോൾ x2 y2 z2 എന്നുള്ള 3, 2, -1 വരും. അതേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ x2 - x1 എന്ന് പറയുമ്പോഴത്തേക്കും x - 3 വരും, x - 3 ഹോൾ സ്ക്വയർ പ്ലസ് y നോക്കുക y - 2 ഹോൾ സ്ക്വയർ പ്ലസ് z -1 ഉണ്ട്, z -1 ഹോൾ സ്ക്വയർ. അത് നമുക്ക് z +1 നോക്കാം. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് മാറ്റി എഴുതാം. x - 3 ഹോൾ സ്ക്വയർ പ്ലസ് y - 2 ഹോൾ സ്ക്വയർ പ്ലസ് z +1 ഹോൾ സ്ക്വയർ നോക്കാം. നമുക്ക് അതിന്റെ എ പി ഈക്വൽ ടു ബി പി നമുക്ക് എടുക്കാമല്ലോ. എ പി ഈക്വൽ ടു ബി പി. ദാറ്റ് ഈക്വൽസ് എ പി എന്ന് പറയുന്നത് √(x - 1 ഹോൾ സ്ക്വയർ പ്ലസ് y - 2 ഹോൾ സ്ക്വയർ പ്ലസ് z - 3 ഹോൾ സ്ക്വയർ. അതാണ് എ പി. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി പി. ബി പി എന്ന് പറഞ്ഞാൽ √(x - 3 ഹോൾ സ്ക്വയർ പ്ലസ് y - 2 ഹോൾ സ്ക്വയർ പ്ലസ് z +1 ഹോൾ സ്ക്വയർ. ഇങ്ങനെ നമുക്ക് എഴുതാം. എ പിയും ബി പിയും സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി ഒരു കാര്യം ചെയ്യാം. രണ്ടിടത്തും റൂട്ട് ഉണ്ടല്ലോ, റൂട്ട് കളയാനായിട്ട് സ്ക്വയർ ചെയ്യാം. രണ്ടിടത്തും സ്ക്വയർ ചെയ്യാം. രണ്ടിടത്തും സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് അങ്ങ് പോകും. റൂട്ട് പോയിട്ട് റൂട്ട് ഇല്ലാതെ x - 1 ഹോൾ സ്ക്വയർ പ്ലസ് y - 2 ഹോൾ സ്ക്വയർ. റൂട്ട് സ്ക്വയർ ഇടുമ്പോൾ റൂട്ട് സ്ക്വയർ ക്യാൻസൽ ആയി റൂട്ട് അങ്ങ് പോയിട്ട് മിച്ചം അവിടെ ഉള്ളതേ വരുള്ളൂ. പ്ലസ് z - 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇവിടെ റൂട്ടിനെ സ്ക്വയർ ചെയ്യും. അപ്പം x - 3 ഹോൾ സ്ക്വയർ പ്ലസ് y - 2 ഹോൾ സ്ക്വയർ പ്ലസ് z +1 ഹോൾ സ്ക്വയർ. ഇങ്ങനെ കിട്ടും. ഇത് എക്സ്പാൻഡ് ചെയ്തൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. എന്നിട്ട് നമുക്കൊരു ഇക്വേഷൻ ഫോമിലേക്ക് വരും. നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഇതുണ്ടോ x - 1 ഹോൾ സ്ക്വയർ a - b ഹോൾ സ്ക്വയർ വെച്ച് a സ്ക്വയർ എന്ന് പറയുമ്പോൾ x സ്ക്വയർ -2ab
2 ഇൻറ്റു എക്സ് ഇൻറ്റു 1. 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 2x വരും. പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ പ്ലസ് 1 സ്ക്വയർ 1 വരും. അതാണ് y മൈനസ് 2 ഹോൾ സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ y സ്ക്വയർ വരും. മൈനസ് 2ab 2 ഇൻറ്റു y ഇൻറ്റു 2. 2 ഇൻറ്റു 2 4 വരും. 4y വരും. പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ 4 വരും. പ്ലസ് അടുത്തത് z മൈനസ് 3 ഹോൾ സ്ക്വയർ. എക്സ് പറയുമ്പോൾ z സ്ക്വയർ മൈനസ് 6z പ്ലസ് 9 വരും. ഇനി റൈറ്റ് സൈഡ് അതുപോലെ എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 വരും. y മൈനസ് 2 ഹോൾ സ്ക്വയർ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് തന്നെ y സ്ക്വയർ മൈനസ് 4y പ്ലസ് 4. പിന്നെ z പ്ലസ് 1 ഹോൾ സ്ക്വയർ. z പ്ലസ് 1 വരുമ്പോൾ എ സ്ക്വയർ പ്ലസ് 2ab. എ സ്ക്വയർ എന്ന് z സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു z ഇൻറ്റു 1 2z വരും. പ്ലസ് ബി സ്ക്വയർ 1. നമുക്കറിയാം എല്ലാത്തിനെയും ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. ഫുള്ള് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരാം. ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട് മൈനസ് 2x പ്ലസ് 1 പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4y പ്ലസ് 4 പ്ലസ് ഇസഡ് സ്ക്വയർ മൈനസ് 6z പ്ലസ് 9. ബാക്കി എല്ലാത്തിനെയും ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ ഓപ്പോസിറ്റ് സൈനോ. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ലെഫ്റ്റിൽ വരുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ ആവും. മൈനസ് 6x പ്ലസ് 6x ആവും. പ്ലസ് 9 മൈനസ് 9 ആകും. പ്ലസ് വൈ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആകും. മൈനസ് 4y പ്ലസ് 4y ആകും. പ്ലസ് 4 മൈനസ് 4 ആകും. പ്ലസ് ഇസഡ് സ്ക്വയർ ഇവിടെ പ്ലസ് ഉണ്ടായിരുന്നു. പ്ലസ് ഇസഡ് സ്ക്വയർ മൈനസ് ഇസഡ് സ്ക്വയർ ആകും. പ്ലസ് 2z മൈനസ് 2z ആകും. പ്ലസ് 1 മൈനസ് 1 ആകും. ഈക്വൽ ടു 0. ഇത് നോക്കുക കുറേയൊക്കെ വെട്ടിപ്പോകും. ഓക്കെ, ഈ പ്ലസ് എക്സ് സ്കോറും മൈനസ് എക്സ് സ്കോറും വെട്ടിപ്പോകും. പ്ലസ് വൈ സ്കോറും മൈനസ് വൈ സ്കോറും വെട്ടിപ്പോകും. പ്ലസ് ഇസഡ് സ്ക്വയറും മൈനസ് ഇസഡ് സ്ക്വയറും വെട്ടിപ്പോകും. പിന്നെയും വെട്ടിപ്പോകും. ഇതുണ്ടോ, ഇവിടെ ഒരു പ്ലസ് 1 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 1 ഉണ്ട്, വെട്ടിപ്പോകും. പിന്നെ ഇവിടെ ഒരു പ്ലസ് 4 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 4 ഉണ്ട്, അതും വെട്ടിപ്പോകും. ഇവിടെ ഒരു പ്ലസ് 9 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 9 ഉണ്ട്, അതും വെട്ടിപ്പോകും. ഇനി വല്ലതും വെട്ടുപോകും. അതെ, ഇവിടെ ഒരു മൈനസ് 4y ഇവിടെ ഒരു പ്ലസ് 4y ഉണ്ട്, അതും വെട്ടിപ്പോയി. ഇനി മിച്ചമുള്ളതെന്ന് പറയാൻ ഇവിടെ ഒരു മൈനസ് 2x ഉണ്ട്. മിച്ചമുള്ള ആദ്യം എഴുതാം, എന്നിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഒരു മൈനസ് 2x ഇവിടെ മിച്ചമുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ഒരു മൈനസ് 6z ഉണ്ട്. പിന്നെ മിച്ചം എന്ന് പറയുമ്പോൾ പ്ലസ് 6x ഉണ്ട്. പിന്നെ മിച്ചം എന്ന് പറയുന്നത് മൈനസ് 2z ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഈക്വൽ ടു 0. നോക്കാം, മൈനസ് 2xും പ്ലസ് 6xും മൈനസ് 2xും പ്ലസ് 6xും വരുമ്പോൾ 4x വരും. മൈനസ് 6z മൈനസ് 2z മൈനസ് 6z മൈനസ് 2z മൈനസ് 8z ഈക്വൽ ടു 0. വേണമെങ്കിൽ ഒരു 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇവിടെ കൊണ്ട് എഴുതി നിർത്താം. ഒരു 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഡിവൈഡിങ് ബൈ 4xനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ x വരും. മൈനസ് 8xനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2z വരും. ഈക്വൽ ടു 0 വെച്ച് ചെയ്യുമ്പോൾ 0. ഇത് നിർബന്ധമില്ല, വേണമെങ്കിൽ എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് നമുക്ക് നിർത്താം. ഇതാണ് ആ പോയിന്റ്സിൻ്റെ ഒക്കെ കളക്ഷൻ്റെ സെറ്റിൻ്റെ ഇക്വേഷൻ. അതൊരു സ്ട്രൈറ്റ് ലൈനാണ്, ഒരു ലൈനായിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഡിസ്റ്റൻസ് ഫോർമുലയ്ക്കകത്തുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട്, സെക്ഷൻ ഫോർമുല. അതും കൂടെ പഠിച്ചു വെച്ചോ. നിങ്ങളുടെ ഫോക്കസ് പോയിന്റിൽ നിന്ന് ഒഴിവാക്കിയതാണ്. എങ്കിലും ആകെ ഈ 2 സംഗതിയല്ലേ ഉള്ളൂ, അതും കൂടെ അങ്ങ് പഠിച്ചോ. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത, ചോദിക്കത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. സെക്ഷൻ ഫോർമുല പറഞ്ഞതാണ് 2 പോയിന്റ്സ് P ഓഫ് x1 y1 z1 Q ഓഫ് x2 y2 z2. പ്ലെയിനിന്റെ 2 പോയിന്റ്സ് അത് നമ്മൾ ജോയിൻ ചെയ്ത ഒരു ലൈന്. ഈ ലൈനിനെ മറ്റൊരു പോയിന്റ് വെച്ച് മറ്റൊരു പോയിന്റ് ഡിവൈഡ് ചെയ്യുക. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ, ഈ ലൈനിന്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് വരിക, മറ്റൊരു പോയിന്റ്. അത് ഈ ലൈനിന്റെ ഈ 2 പോയിന്റ്സിന്റെ ഇടയ്ക്ക് വരാം, വെളിയിൽ വരാം. ഈ ലൈൻ എന്ന് പറയുമ്പോൾ നീണ്ടു പോകുന്ന സംഗതിയാണ്. അപ്പോൾ ഈ ലൈനിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരു പോയിന്റ് R ഓഫ് x y z. ഇവിടെ R എന്ന് പറയുന്ന പോയിന്റ് ഈ പി ക്യൂവിനെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. R ഡിവൈഡ്സ് ദ ലൈൻ പി ക്യൂ. കട്ട് ചെയ്യുന്ന റേഷ്യോ തരും. അതായത് m:n. R തൊട്ട് P വരെ m, R തൊട്ട് N Q വരെ n. m:n എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് m അല്ല ഉദ്ദേശിക്കുന്നത്. PR ഈക്വൽ ടു m എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. m:n എന്ന് പറഞ്ഞാൽ മീനിങ് ഇതാണ്, PR ഈസ് ടു QR. റേഷ്യോ ആണ്. റേഷ്യോ നമ്മൾ സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഡിസ്റ്റൻസ് PR ഈ കറക്റ്റ് ഈക്വൽ ടു m എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. PR-ന്റെയും QR-ന്റെയും റേഷ്യോ ആണ് m:n. അതായത് നമ്മൾ പറഞ്ഞത് 4:6നെ നമുക്ക് 2:3 സിംപ്ലിഫൈ ചെയ്തെഴുതാം. ഇതൊരിക്കലും ഈക്വൽ അല്ല. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നതാണ്. 4 ഈക്വൽ ആണ്, നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ പറ്റിയല്ല എന്ന് പറഞ്ഞാൽ റേഷ്യോ ഇവിടെ തന്നിട്ട്.
ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു റേഷ്യോ തന്നിട്ടുണ്ട്. PQ എന്ന് പറഞ്ഞ ലൈനിനെ R എന്ന് പറയുന്ന ഒരു പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ തന്നിട്ടുണ്ട് M:N. അതായത് R തൊട്ട് P വരെയുള്ള ഡിസ്റ്റൻസും R തൊട്ട് Q വരെയുള്ള ഡിസ്റ്റൻസിന്റെ റേഷ്യോ ആണ് M:N. മാറിപ്പോയത് R ൽ നിന്ന് Pയിലേക്ക് M, R ൽ നിന്ന് Qയിലേക്ക് N. അങ്ങനെ തന്നത്. അത് രണ്ട് രീതിയിലുണ്ട്. ഈ R Pയുടെയും Qന്റെയും ഇടയ്ക്ക് വരാം, വെളിയിലും വരാം. ഇടയ്ക്ക് വന്നാൽ അതിനെ ഇന്റേണൽ ഡിവിഷൻ എന്ന് പറയും. ഇന്റേണൽ ഡിവിഷൻ റേഷ്യോ M:N ആണ്. M:N ഡിവിഷൻ ഇന്റേണൽ ആണെങ്കിൽ, ഇന്റേണൽ ഡിവിഷൻ ആണെങ്കിൽ ഈ XYZ കണ്ടുപിടിക്കാൻ കോർഡിനേറ്റ്സ്, ഇടയ്ക്കത്തെ കോർഡിനേറ്റ്സ് XYZ ഇല്ലേ, അത് കണ്ടുപിടിക്കാൻ ഇന്റേണൽ ആണെങ്കിൽ എക്സ്റ്റേണൽ ആണെങ്കിൽ ഇക്വേഷൻ ഉണ്ട്. ഇന്റേണൽ ഡിവിഷൻ ആണെങ്കിൽ XYZ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. XYZ ഈക്വൽ ടു ഇവിടുത്തെ M ഇൻറ്റു എക്സ് കോർഡിനേറ്റ് ആദ്യം എഴുതുക. M ഇൻറ്റു ഓപ്പോസിറ്റിലേക്ക് പോകണം. M ഇൻറ്റു X2 പ്ലസ് തിരിച്ച് N ഇൻറ്റു X1. MX2 പ്ലസ് NX1 ബൈ M പ്ലസ് N എന്നാണ്. ഒരിക്കലും MX1 പ്ലസ് NX2 എന്ന് എഴുതരുത്. M ഇൻറ്റു ഓപ്പോസിറ്റിലേക്ക് പോകണം. MX2 പ്ലസ് NX1 ബൈ M പ്ലസ് N. അതുപോലെ തന്നെ ബാക്കി വൈയുടേത് MY2 പ്ലസ് NY1 ബൈ M പ്ലസ് N. അതുപോലെ തന്നെ ഇസഡും അതുപോലെ തന്നെ MZ2 പ്ലസ് NZ1 ബൈ M പ്ലസ് N. ഇതാണ് ഈ ഇടയ്ക്ക് പോയിന്റ് വന്നാലത്തെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി സപ്പോസ് ഇത് P, ഇത് Q, ഇത് ഇങ്ങോട്ട് മാറി ഇവിടെയാണ് R എന്ന് വിചാരിക്കുക. അപ്പം PR is to QR എന്ന് പറയുന്നതാണ് M:N. P തൊട്ട് R വരെയുള്ള ഇത് M, Q തൊട്ട് R വരെയുള്ളത് N. അപ്പം വെളിയിലോട്ട് പോകുന്നത് Pയുടെയും Qയുടെ ഇടയ്ക്കുള്ള വെളിയിൽ വരുമ്പോൾ എക്സ്റ്റേണൽ ഡിവിഷൻ എന്നാണ് പറയുന്നത്. എക്സ്റ്റേണൽ, ഇന്റേണൽ എന്ന് പറയുമ്പോൾ അകത്ത് വരും, എക്സ്റ്റേണൽ വെളിയിൽ വരും. അപ്പോൾ XYZ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. MX2 മാറിപ്പോയത് ഇത് M അല്ലേ, M ഇൻറ്റു ഓപ്പോസിറ്റ് Qയിലേക്ക് MX2 മൈനസ് ആണ് NX1 ബൈ M മൈനസ് N. ശ്രദ്ധിക്കണം, എക്സ്റ്റേണൽ വരുമ്പോൾ മൈനസ് ആണ് എടുക്കുക. അതുപോലെ തന്നെ ബാക്കിയില്ല MY2 മൈനസ് NY1 ബൈ M മൈനസ് N, MZ2 മൈനസ് NZ1 ബൈ M മൈനസ് N. ഇത് നമുക്ക് അടുത്ത വർഷം ഈ ഇതൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. അപ്പം ഇന്റേണൽ ഡിവിഷൻ ആണെങ്കിൽ പ്ലസ്, എക്സ്റ്റേണൽ ഡിവിഷൻ ആണെങ്കിൽ മൈനസ്, മേളിലും താഴെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോയിന്റ് കണ്ടുപിടിക്കാം. രണ്ട് പോയിന്റ്സിന്റെ ഇടയ്ക്കത്തെ പോയിന്റ് കാണുന്നതിലും അല്ലെങ്കിൽ ആ ലൈനിൽ വെളിയിലുള്ള പോയിന്റ് കാണുന്നതിലും റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പോയിന്റ്സ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇതാണ് ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷൻ വെച്ച് തന്നെ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ പറയാം. സപ്പോസ് ഈ Pയുടെയും Qയുടെയും മിഡ് പോയിന്റ് കാണാൻ നോക്കി. Pയും Q, Px1 y1 7 2x2 y2 z2. മിഡ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും PQ കറക്റ്റ് നടുക്ക് R വരും. ഈ ലെങ്ത് എത്രയാണോ അത് തന്നെയായിരിക്കും ആ ലെങ്ത്. അപ്പം ഈ ആദ്യത്തെ റേഷ്യോ M ആണെങ്കിൽ അടുത്തതും M തന്നെയായിരിക്കും. അപ്പം നമുക്കതുകൊണ്ട് ഉണ്ടോ M/M റേഷ്യോ നമുക്ക് M/M എന്ന് ഇടാം. അത് നമുക്ക് 1/1 റേഷ്യോ M:N എന്നുള്ളത് മാറി 1:1 വരും. മിഡ് പോയിന്റ് ആണെങ്കിൽ റേഷ്യോ 1:1. അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ഡിസ്റ്റൻസാണ്. സെയിം ഡിസ്റ്റൻസ് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കോമൺ ആയിട്ടുള്ള വെട്ടിക്കളഞ്ഞാൽ 1:1 കിട്ടും. റേഷ്യോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1:1 വരും. അപ്പോൾ നമ്മുടെ മിഡ് പോയിന്റ് ഓഫ് PQ മിഡ് പോയിന്റ് കാണാൻ ചോദിച്ചാൽ നോക്കുക, MX2 പ്ലസ് NX1 അല്ലേ, M ഉം N ഉം 1 ആണ്. അപ്പോൾ 1x2 പ്ലസ് 1x1 ബൈ 1 പ്ലസ് 1. അതുപോലെ തന്നെ 1/2 പ്ലസ് 1/1 ബൈ 1 പ്ലസ് 1. അതുപോലെ ഇസഡും അതുപോലെ തന്നെ വരും. അപ്പം നമ്മളത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1x2 എന്ന് വെച്ചാൽ x2 പ്ലസ് x1 എന്ന് വരും. അതിന് നമുക്ക് x1 പ്ലസ് x2 എഴുതാം ബൈ 2. അത് y1 പ്ലസ് y2 ബൈ 2. അടുത്ത ഇസഡും കൂടെ ഉണ്ട്, z1 പ്ലസ് z2 ബൈ 2. അപ്പം മിഡ് പോയിന്റ് ആണെങ്കിൽ മിഡ് പോയിന്റ് കാണാൻ പറഞ്ഞാൽ ആവറേജ്, എക്സിന്റെ ആവറേജ് എടുക്കുക, വൈയുടെ ആവറേജ് എടുക്കുക, ഇസഡിന്റെ ആവറേജ് എടുക്കുക. അപ്പം നമുക്ക് മിഡ് പോയിന്റ് കിട്ടും. രണ്ട് പോയിന്റ്സിന്റെ മിഡ് പോയിന്റ് കാണാനായിട്ട് അത് നമുക്ക് എല്ലാം തന്നെ അറിയാം. ഇസഡ് ഇല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്, x1 പ്ലസ് x2 ബൈ 2, y1 പ്ലസ് y2 ബൈ 2. ഇസഡ് ഉള്ളപ്പോൾ z1 പ്ലസ് z2 ബൈ 2 കൂടെ. അത് ഈ ഇന്റേണൽ ഡിവിഷൻ വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് റേഷ്യോ. അപ്പം 1:1 ആവുന്നു എന്നേ ഉള്ളൂ. ഇനി പോയിന്റ്സ് ഓഫ് ട്രൈസെക്ഷൻ വന്ന് പോയിന്റ്സ് ഓഫ് ട്രൈസെക്ഷൻ, ഇത് P, ഇത് Q. പോയിന്റ് ഓഫ് ട്രൈസെക്ഷൻ എന്ന് വെച്ചാൽ ഇതിനെ കൃത്യം 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം പോയിന്റ് ഓഫ് ട്രൈസെക്ഷൻ എന്ന് പറയുമ്പോൾ ഇതും ആകാം ഇതും ആകാം. സപ്പോസ് പോയിന്റ് ഓഫ് ട്രൈസെക്ഷൻ ഇതായിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് റേഷ്യോ ഇവിടെ 2 ഭാഗമുണ്ട്, ഇവിടെ ഒരു ഭാഗമേ ഉള്ളൂ. അപ്പം ഈ റേഷ്യോ ഈ ഭാഗം 1 വരും, ഈ ഭാഗം 2 വരും. കേട്ടോ,
പോയിന്റ്സ് ഓഫ് ട്രൈസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഡിവിഷനാണ് 1:2 റേഷ്യോ എടുക്കാം. ഇനി സപ്പോസ് ഇതാണ് നമ്മുടെ പോയിന്റ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ, പോയിന്റ് ഓഫ് ട്രൈസെക്ഷൻ ഇതായിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് ഭാഗവും അടുത്ത് വരണം 2:1. അപ്പോൾ പോയിന്റ്സ് ഓഫ് ട്രൈസെക്ഷൻ എന്ന് തന്നാൽ റേഷ്യോ 1:2 എന്നും എടുക്കാം 2:1 എന്നും എടുക്കാം. 1:2 ആകാം 2:1 ആകാം. ഇന്റേണൽ ഡിവിഷനാണ് 1:2 വരാം 2:1 വരാം. ട്രൈസെക്ഷൻ കൃത്യം 3 ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ്. കൃത്യം 3 ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയും വരാം ഇവിടെയും വരാം. ഇവിടെ വന്നാൽ ഒരു ഭാഗവും അപ്പുറത്ത് രണ്ട് ഭാഗവും 1:2 വരും. ഇവിടെ വന്നാൽ ഇവിടെ രണ്ട് ഭാഗവും ഇവിടെ ഒരു ഭാഗവും 2:1 വരും. അപ്പോൾ ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും വരാൻ റേഷ്യോ. M:2 ആയിട്ട് 1:2 എടുക്കാം 2:1 എടുക്കാം. അതിനനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ. ഇനി ഇവിടെ പിന്നെ തിരിച്ച് ഇവിടെ റേഷ്യോ തന്നിട്ട് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ടാണ് ഇത്രയും നേരം പറഞ്ഞത്. ഇനി പോയിന്റുകൾ എന്തെങ്കിലുമൊക്കെ തരും, എന്നിട്ട് റേഷ്യോ കണ്ടുപിടിക്കാൻ തിരിച്ച് ചോദിക്കും. റേഷ്യോ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എമ്മും എന്നും കൂടെ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ M:n ആണ് നമ്മുടെ റേഷ്യോ. അതിനെ നമുക്ക് റേഷ്യോയെ നമുക്ക് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. രണ്ടിടത്തും n വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ M/n n/n എന്ന് എഴുതാം. നമുക്ക് റേഷ്യോയെ ഒരു കോമൺ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യോ ഡിവൈഡ് ചെയ്യോ ഒക്കെ ചെയ്യാം. അതുകൊണ്ട് അതിൻ്റെ വാല്യൂന് വ്യത്യാസം വരുന്നില്ല. അത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന 1:2നെ നമുക്ക് 2:4 എന്ന് എഴുതാം. കണ്ടോ, 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇതൊക്കെ ഇതെല്ലാം ഈക്വലാണ്. 1:2 2:4 ഈക്വലാണ്. അത് 4:8 ഈക്വലാണ്. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യോ ഡിവൈഡ് ചെയ്യോ ഇപ്പോൾ രണ്ടിടത്തും ചെയ്യണം. 1നെ ചെയ്താൽ 2നെ ചെയ്യണം. ഒരേ നമ്പർ കൊണ്ട് രണ്ടിടത്തും മൾട്ടിപ്ലൈ ചെയ്യാം. ഡിവൈഡ് ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല. 4:8നെ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ 1:2. ഇതെല്ലാം സെയിമാണ്. അപ്പോൾ റേഷ്യോ നമുക്ക് കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യോ ഡിവൈഡ് ചെയ്യുകയൊക്കെ ചെയ്യാം ഒരേ നമ്പർ വെച്ച്. അപ്പോൾ നമുക്ക് n വെച്ച് ഇവിടെ ഡിവൈഡ് ചെയ്തു. M/n n/n. M/n-നെ k എന്നെടുത്തു. n/n വെട്ടി പോകുമ്പോൾ 1 വരും. k = n/n. അപ്പോൾ നിങ്ങൾ റേഷ്യോ കാണാൻ ചോദിച്ചാൽ ഒരിക്കലും M:n എന്ന് എടുക്കരുത്. റേഷ്യോ k:1 എന്ന് എടുക്കണം. എന്നിട്ട് k:1 എടുത്ത് നിങ്ങൾ k കണ്ടുപിടിക്കുക. രണ്ടും കൂടെ കണ്ടുപിടിക്കാൻ പാടില്ല. അപ്പോൾ ഒറ്റ വേരിയബിൾ kയിലേക്ക് മാറിയാൽ k കണ്ടുപിടിക്കുക. ഈ kയുടെ വാല്യൂ സപ്പോസ് kയുടെ വാല്യൂ കിട്ടുമ്പോൾ k = 3/2 എന്ന് കിട്ടുവാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് റേഷ്യോ എഴുതാം. M/n അല്ലേ ഇത്, റേഷ്യോ 3:2 എന്ന് എഴുതാം. ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ ഇന്റേണൽ ആയിരിക്കും 3:2 ഇന്റേണലി. k നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ 3:2 എക്സ്റ്റേണലി. നെഗറ്റീവ് എന്ന് ഒരിക്കലും എഴുതിയാക്കരുത്. നെഗറ്റീവിന് വരെ എക്സ്റ്റേണലി എഴുതുക, പോസിറ്റീവിന് വരെ ഇന്റേണലി എഴുതുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഇന്റേണൽ ഡിവിഷൻ ആയിരിക്കും, കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ എക്സ്റ്റേണൽ ഡിവിഷൻ ആയിരിക്കും. അങ്ങനെ നമുക്ക് എത്ര കാര്യങ്ങളാണ് സെക്ഷൻ ഫോർമുലയ്ക്കകത്തുള്ളത്. ഇനി അതിൻ്റെ പ്രോബ്ലം 1-2 പ്രോബ്ലംസും കൂടി ഉള്ളൂ. നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാതെ ഇവിടെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് the line segment joining the points -2, 3, 5 and 1, -4, 6 1, -4, 6 in the ratio 2:3. നമ്മളോട് ചോദിച്ചിരുന്ന find the coordinates of the point that divides the line segment joining these two points in the ratio 2:3. ഇന്റേണലിയും ഉണ്ട് എക്സ്റ്റേണലിയും ഉണ്ട്. ഒരു പാർട്ട് ഇന്റേണലി. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇന്റേണൽ വരുമ്പോഴും കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സ്റ്റേണൽ വരുമ്പോഴും ആ പോയിന്റ് കണ്ടുപിടിക്കണം. ഇന്റേണൽ ഡിവിഷൻ വരുമ്പോഴും പോയിന്റ് കണ്ടുപിടിക്കണം, എക്സ്റ്റേണൽ ഡിവിഷൻ വന്നാലും പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. x1 y1 z1 ആയിട്ട് ഇത് നമുക്ക് a എന്ന് എടുക്കാം, അല്ലെ p എന്ന് എടുക്കാം, ഇത് q എന്ന് എടുക്കാം. x1 y1 z1 ആയിട്ട് -2, 3, 5 വരും അല്ലേ. x2 y2 z2 ആയിട്ട് 1, -4, 6 വരും. x1 y1 z1 x2 y2 z2. റേഷ്യോ M:n. M:n കോമൺ ആയിട്ട് നമുക്ക് എഴുതാം 2:3. അപ്പോൾ m-ന് വരാൻ 2ഉം n-ന് വരാൻ 3ഉം കൊടുക്കാം. ഇനി ഇന്റേണൽ ഡിവിഷനും വരാം, എക്സ്റ്റേണൽ ഡിവിഷനും വരാം. ഇന്റേണൽ ആണെങ്കിൽ ഇന്റേണൽ ഡിവിഷൻ ആണെങ്കിൽ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ഡിവൈഡ് ചെയ്യുന്ന കോർഡിനേറ്റ്സ് ഓഫ് ദ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വേണേൽ എഴുതാം P of XYZ R of XYZ be the point which divides P എന്ന് വേണേൽ എഴുതാം. let R of XYZ be the point which divides the line segment PQ. which divides R of XYZ ആണ് PQ-നെ ഡിവൈഡ് ചെയ്യുന്ന ആ പോയിന്റ്.
അപ്പോൾ ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനല്ലേ ചോദിച്ചേക്കുന്നത്. പി ക്യു എന്ന് പറഞ്ഞ ആ ലൈനിനെ ഡിവൈഡ് ചെയ്യുന്ന 3:2:3 ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് ആർ ഓഫ് എക്സ് വൈ സെഡ് എടുത്തു. അതിന്റെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം കോർഡിനേറ്റ്സ് ഓഫ് ആർ കോമ എക്സ് വൈ സെഡ് അല്ലേ ആറിന്റെ കോർഡിനേറ്റ്സ്. എക്സും വൈയും ഇസഡും ആണ് ആറിന്റെ കോർഡിനേറ്റ്സ്. അത് നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇന്റേണൽ ഡിവിഷൻ ആയതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ mx2 പ്ലസ് nx1 ബൈ m പ്ലസ് n കോമ my2 പ്ലസ് ny1 ബൈ m പ്ലസ് n mz2 പ്ലസ് nz1 ബൈ m പ്ലസ് n. വാല്യൂസ് കൊടുത്താൽ മതി, ശ്രദ്ധിച്ച് കൊടുത്തോണേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എമ്മിൻ്റെ വാല്യൂ നമുക്കറിയാം 2 ഇൻറ്റു x2 എന്ന് പറയുമ്പോഴത്തേക്കും 1 മാറിപ്പോയത് 2 × 1 പ്ലസ് ബ്രാക്കറ്റ് ഒക്കെ കിട്ടുന്നത് നല്ലതാണ്. n എന്ന് പറയുന്നത് 3 ഇൻറ്റു x1 അല്ലേ, x1 എന്ന് പറയുന്നത് -2 ബൈ m പ്ലസ് n 2 പ്ലസ് 3 ഒരെണ്ണം. അടുത്തത് 2 ഇൻറ്റു m2 y2 എന്ന് പറയുമ്പോൾ -4 വരും. -4 പ്ലസ് 3 ഇൻറ്റു y1 എന്ന് പറയുമ്പോൾ 3 വരും ബൈ 2 പ്ലസ് 3. അടുത്തത് 2 ഇൻറ്റു z2 എന്ന് പറയുമ്പോൾ 6 പ്ലസ് 3 ഇൻറ്റു z1 എന്ന് പറയുമ്പോൾ 5 ബൈ 2 പ്ലസ് 3 കണ്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 2 -6 3 ഇൻറ്റു -2 -6 ബൈ 5 വരും. 2 ഇൻറ്റു -4 -8 പ്ലസ് 3 ഇൻറ്റു 3 9 ബൈ 2 പ്ലസ് 3 5 വരും. അടുത്ത 2 ഇൻറ്റു 6 12 പ്ലസ് 3 ഇൻറ്റു 5 15 ബൈ 2 പ്ലസ് 3 5. സിംപ്ലിഫൈ ചെയ്താൽ ദാറ്റ് ഈസ് 2 - 6 എന്ന് പറയുമ്പോൾ -4 ബൈ 5 വരും. അടുത്ത -8 പ്ലസ് 9 വരുമ്പോൾ 1 ബൈ 5 വരും. -8 പ്ലസ് 9 വരുമ്പോൾ 1 ആണ്. 12 പ്ലസ് 15 27 ബൈ 5. ഇതാണ് 2:3 ഇന്റേണൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ്. ഇന്റേണൽ ഡിവിഷൻ വരുമ്പോൾ കോർഡിനേറ്റ്സ് ഇതാ. ഇനി എക്സ്റ്റേണൽ ഡിവിഷൻ, എക്സ്റ്റേണൽ ആണെങ്കിൽ ഇതിപ്പോൾ ഇന്റേണൽ ഡിവിഷൻ്റെ ആണ്. ഇതുപോലെ തന്നെ എക്സ്റ്റേണൽ കാണാം. എക്സ്റ്റേണൽ ഡിവിഷൻ ആണെങ്കിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. എക്സ്റ്റേണൽ ഡിവിഷൻ ആകുമ്പോൾ ഇക്വേഷന് മാത്രം മൈനസ് വരും കേട്ടോ. ഇക്വേഷൻ മൈനസ് ആണെന്നേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. മൈനസ് വരും. പിന്നെ അടുത്തത് ഞാനങ്ങ് മൈനസ് ആക്കുവാണേ. അല്ല ഇത് മുഴുവൻ ഒന്നുകൂടെ എഴുതണ്ടേ. മൈനസ് ഇവിടെ മൈനസ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ ഇനിയുള്ളതിൻ്റെ അത് മാറും. ഇനി ഇവിടെ നോക്കാം. ഇവിടെ 2 × 1 2 മൈനസ് 3 × -2 -6 വരും ബൈ 2 - 3 എന്ന് പറയുമ്പോൾ -1 വരും. ഇവിടെ എല്ലാം വ്യത്യാസങ്ങൾ വരും. അപ്പം അടുത്തത് 2 × -4 -8 മൈനസ് 3 × 3 9 ബൈ -1. അടുത്തത് 2 × 6 12 മൈനസ് 3 × 5 15 ബൈ -1. അങ്ങനെ വരും. ഇവിടെ ആൻസറിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 - -6 എന്ന് പറയുമ്പോൾ 2 + 6 8 ബൈ -1 വരും. -8 - 9 എന്ന് പറയുമ്പോൾ -17 വരും. -17 ബൈ -1. അടുത്തത് 12 - 15 എന്ന് പറയുമ്പോൾ -3 വരും. -3 ബൈ -1. ഇത് സിംപ്ലിഫൈ ചെയ്യാം. -8 ബൈ -1 എന്ന് വെച്ചാൽ -8 വരും. -8 17 3 വരും. മൈനസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിക്കോളും. ഇവിടെ -8 പ്ലസ് 17 പ്ലസ് 3. അതാണ് ആൻസർ. ഓക്കെ, ഇങ്ങനെ വളരെ സിമ്പിളാണ് സെക്ഷൻ ഫോർമുല. ഈക്വേഷൻ പഠിച്ചത് ഇന്റേണൽ ആണെങ്കിൽ പ്ലസ്, എക്സ്റ്റേണൽ ആണെങ്കിൽ മൈനസ്. അപ്പോൾ അത് വെച്ച് അങ്ങ് ചെയ്യാം. ഓക്കെ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതെല്ലാം 2 ക്വസ്റ്റ്യൻ ഉണ്ട്. 2 ക്വസ്റ്റ്യൻ ഇതാണ്. Find the ratio in which the YZ plane divides the line segment joining -2 4 7 and 3 -5 8. Find the ratio in which YZ plane the line joining these 2 points. ആ രണ്ട് പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന ലൈനിനെ YZ പ്ലെയിൻ കട്ട് ചെയ്യുക. YZ പ്ലെയിൻ, ഇങ്ങനെ ഒരു പ്ലെയിൻ YZ പ്ലെയിൻ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, YZ പ്ലെയിൻ ആണ് കട്ട് ചെയ്യുന്നത്.
ആ കട്ട് ചെയ്യുന്ന റേഷ്യോ ഇവിടെ ഈ m/n അതാണ് കണ്ടുപിടിക്കേണ്ടത്. YZ plane divides the line joining these 2 points. YZ പ്ലെയിനിന്റെ പ്രത്യേകത എന്താ? അതറിഞ്ഞിരിക്കണം. YZ പ്ലെയിനിന്റെ പ്രത്യേകത x കോർഡിനേറ്റ് 0 അപ്പൊ നമ്മൾ എടുക്കുന്ന ഈ പോയിന്റ്, കട്ട് ചെയ്യുന്ന ഈ പോയിന്റില് x കോർഡിനേറ്റ് 0 y ഉം z ഉം കാണും. അത് നമുക്ക് അറിയണ്ട, y z അറിയണ്ട, 0 വരുന്ന x കോർഡിനേറ്റ് ആണ്. അപ്പൊ x കോർഡിനേറ്റ് 0 ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ഇൻ ദ YZ പ്ലെയിൻ x is equal to 0, അത് മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ തൽക്കാലം നമുക്ക് r of x y z with a point in the YZ plane which divides the line joining these 2 points. Line joining PQ. അപ്പം P യുടെ നമുക്ക് P of x1 y1 z1 എന്നല്ലേ P നമ്മൾ എഴുതുന്നത്. അത് നമുക്ക് -2 4 7 എടുക്കാം. x1 y1 z1 -2 4 7 എടുക്കാം. Q of x2 y2 z2 x2 y2 z2 നെ നമുക്ക് 3 -5 8 എന്നും എടുക്കാം. അപ്പം നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് x1 y1 z1 x2 y2 z2 x1 y1 z1 -2 4 7 x2 y2 z2 3 -5 8. നമ്മുടെ YZ പ്ലെയിൻ ഈ ലൈനിനെ കട്ട് ചെയ്യുന്ന ആ പോയിന്റ് നമ്മൾ R of x y z അങ്ങോട്ട് എടുത്തു. R of x y z ആണ് ഈ PQ നെ കട്ട് ചെയ്യുന്ന ആ പോയിന്റ്, ഡിവൈഡ് ചെയ്യുന്ന ആ പോയിന്റ്. അപ്പൊ നമുക്ക് x y z ന്റെ റേഷ്യോ കൂടെ എടുക്കണ്ടേ? റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ലെറ്റ് റേഷ്യോ m/n നെ നമുക്ക് k/1 എന്ന് എടുക്കാം. m/n വരെ k/1 എന്ന് എടുക്കുക. തൽക്കാലം ഇന്റേണൽ ഡിവിഷൻ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ ചെയ്ത് വരുമ്പോൾ നെഗറ്റീവ് ഇട്ടുവാണെങ്കിൽ എക്സ്റ്റേണൽ നമ്മൾ എഴുതിയാൽ മതി, അത് മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ നമ്മൾ k/1 നമ്മൾ എടുത്തു, റേഷ്യോ k/1 എന്ന് എടുത്തു. ഇനി therefore x y z equal to x y z equal to നമ്മുടെ ഇക്വേഷൻ എഴുതാം mx2 plus nx1 by m plus n my2 plus ny1 by m plus n എക്സെട്ര. അങ്ങനെ കൊടുക്കുമ്പോൾ എമ്മിന് വരും കെയും എന്നിന് വരും 1ഉം കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് kx2 plus 1x1 x1 ഉണ്ട്. ഇത് ഞാൻ ആദ്യം പറഞ്ഞു തരേണ്ടായിരുന്നു, മറന്നുപോയി. k plus 1 ky2 plus y1 by k plus 1 kz2 plus z1 by k plus 1. റേഷ്യോ k/1 എന്ന് എടുക്കുമ്പോൾ ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം. mx2 plus nx1 മാറി kx2 plus 1x1 x1 by k plus 1 ky2 plus y1 by k plus 1 kz2 plus z1 by k plus 1. ഇനി നമ്മൾ വാല്യൂസ് കൊടുത്താൽ മതി. x y z equal to kx2 x2 എന്ന് പറയുന്നത് 3 ആണ്. k into 3 3k എന്ന് എഴുതാം. 3k plus x1 എന്ന് പറഞ്ഞാൽ -2 by k plus 1 kx2 plus x1 k into x2 3 ആണ്. 3k എന്ന് എഴുതാം. 3k plus -2 അപ്പോൾ -2 by k plus 1. അടുത്തത് k/2 k into y2 -5 ആണ്. അപ്പോൾ -5k എഴുതും. k into -5 നെ -5k എഴുതാം. പ്ലസ് y1 എന്ന് പറയുന്നത് 4 ആണ് by k plus 1. അടുത്തത് kz2 k into z2 എന്ന് പറയുന്നത് 8 ആണ്. 8k വരും. പ്ലസ് z1 എന്ന് പറയുന്നത് 7 ആണ് by k plus 1. ഇപ്പം x y z കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി. നമുക്കിവിടെ ഒരു കോർഡിനേറ്റ് അറിയാം. എക്സ് വൈ പ്ലെയിൻ ഡിവൈഡ് ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞത്? എക്സ് വൈ പ്ലെയിൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? YZ പ്ലെയിനാണ്. YZ പ്ലെയിൻ ഡിവൈഡ് ചെയ്യുന്ന ആ പോയിന്റാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. YZ പ്ലെയിനിന്റെ പ്രത്യേകത എന്നാ? എക്സ് കോർഡിനേറ്റ് 0. ഈ എക്സ് കോർഡിനേറ്റ് 0 അപ്പം നമുക്കറിയാം വി ഹാവ് x equal to 0. അപ്പം നമുക്ക് ഉറപ്പിച്ച് വരാം YZ പ്ലെയിൻ എന്നാണ് പറയുന്നതെങ്കിൽ x equal to 0 എന്ന് എടുക്കാം. XZ പ്ലെയിൻ എന്നാണ് പറയുന്നതെങ്കിൽ y equal to 0 എന്ന് എടുക്കാം. XY പ്ലെയിൻ എന്നാണ് പറയുന്നതെങ്കിൽ z 0 എന്ന് എടുക്കാം. ഇവിടെ YZ പ്ലെയിൻ ആണ് 0. സിൻസ് YZ പ്ലെയിൻ divide this line, x equal to 0 x coordinate 0 ഈ x coordinate ഈ രണ്ട് x ഇത് 0 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതും 0 ആണെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പറയാം therefore ഈ x coordinate 0 ആയതുകൊണ്ട് ഈ x coordinate 0 ആയേ പറ്റുള്ളൂ. കാരണം ഇത് രണ്ടും സെയിം ആണെന്നാണ് പറഞ്ഞത്. therefore 3k minus 2 by k plus 1 എന്ന് പറയുന്നത് 0 ആകും. അത് 0 ആകും. അപ്പോൾ y കോർഡിനേറ്റ് ആണ് 0 എന്ന് പറയുമെങ്കിൽ രണ്ടാമത്തെ നിങ്ങൾ 0 എന്ന് എടുക്കാം. z കോർഡിനേറ്റ് ആണ് 0 എങ്കിൽ മൂന്നാമത്തേത് 0 എന്ന് എടുക്കാം. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3k minus 2 equal to by k plus 1 divided by k plus 1 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഇൻറ്റു ആവും. 0 ഇൻറ്റു വരും. അപ്പോൾ 0 വരും.
0 ഇൻറ്റു കെ പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വരും. അപ്പം 3k ഈക്വൽ ടു -2 അപ്പുറം +2 വരും. k ഈക്വൽ ടു 2/3. k ഈക്വൽ ടു 2/3 വരുമ്പോൾ റേഷ്യോ കിട്ടി. പോസിറ്റീവ് അല്ലേ? പോസിറ്റീവാ. ദെയർഫോർ റേഷ്യോ ഈക്വൽ ടു 2/3 അല്ലേ? 2:3 ഇന്റേണലി. ഇങ്ങനെയാണ് ചെയ്യുന്നത്. 2:3 ഇന്റേണലി. അപ്പോൾ നിങ്ങളോട് XZ പ്ലെയിൻ എന്ന് പറയുമ്പോൾ y 0 നിർത്തണം, XY പ്ലെയിൻ എന്ന് പറഞ്ഞാൽ Z 0 നിർത്തണം, YZ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ X 0 നിർത്തണം. നമ്മൾ സാധാരണ പോലെ കണ്ടുപിടിച്ചിട്ട് ഏതാണോ 0 എടുത്ത് സോൾവ് ചെയ്താൽ മതി. ഓക്കെ. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ. 3 പോയിന്റ്സ് കൊളീനിയർ ആണെന്ന് തന്നേക്കുക. 3 പോയിന്റ്സ് P of 3, 2, -4, P of 3, 2, -4, Q of 5, 4, -6, R of 9, 8, -1 are collinear. Collinear ആണ് തന്നേക്കുക. Find the ratio in which Q divides PR. Q divides PR. അപ്പോൾ കൊളീനിയർ എന്ന് വെച്ചാൽ 3 ഒരേ ലൈനിലാണ് വന്നിരിക്കുന്നത്. 3 ഒരേ ലൈനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ Q ഡിവൈഡ്സ് പി ആർ. Q ഡിവൈഡ്സ് പി ആർ റേഷ്യോ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ടല്ലോ. Q ഡിവൈഡ്സ് പി ആർ ഇതെന്ന് പറയും ഈ പോയിന്റ് പി ആറിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ K:1 റേഷ്യോ നമ്മൾ K:1 എന്ന് എടുക്കുന്നു. റേഷ്യോ ഈക്വൽ ടു K:1 എന്ന് എടുക്കുന്നു. n:n വരെ K:1 എന്ന് എടുക്കുന്നു. Q ഡിവൈഡ്സ് പി ആർ എന്നാണ്. Q divides PR na. Q divides PR. അങ്ങനെ ഒന്നുമില്ല. Therefore Qന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. Qന്റെ കോർഡിനേറ്റ്സ് mx2 + nx1. ഇനി mx2 + nx1 എന്ന് പറയുമ്പോൾ kx2 + x1 എന്ന് എഴുതുക by k + 1. mx2 + nx1 ന് വരും m ന് വരും k യും n ന് വരും 1 ഉം അല്ലേ. kx2 + 1x1. kx2 + x1 by k + 1. ky2 + y1 by k + 1. kz2 + z1 by k + 1. Qന്റെ കോർഡിനേറ്റ്സ് ഇങ്ങനെ നമുക്ക് കിട്ടും. Qന്റെ കോർഡിനേറ്റ്സ് നമ്മുടെ സെക്ഷൻ ഫോർമുല വെച്ച് ഇങ്ങനെ കിട്ടും. റേഷ്യോ നമ്മൾ K:1 Q ഡിവൈഡ്സ് പി ആറിന്റെ റേഷ്യോ K:1 എന്ന് എഴുതി. Q ഡിവൈഡ്സ് പി ആർ തന്നിട്ടുണ്ട്. അപ്പോൾ Qന്റെ കോർഡിനേറ്റ്സ് നമുക്ക് സെക്ഷൻ ഫോർമുല ഉപയോഗിച്ച് ഈ രീതി കണ്ടുപിടിക്കാം. അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം x1 y1 z1 ആയിട്ട് x1 y1 z1 ആയിട്ട് p യും r ഉം എടുക്കണ്ടേ. x1 y1 z1 ആയിട്ട് മാറിപ്പോയത് q ഉം p യും r ഉം ഒക്കെ ഉണ്ട്. ശ്രദ്ധിച്ചോണം. Q ഡിവൈഡ്സ് പി ആർ എന്നാണ്. അപ്പം Qന്റെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. പിയുടെ കോർഡിനേറ്റ്സ് x1 y1 z1, ആറിന്റെ കോർഡിനേറ്റ്സ് x2 y2 z2. നമ്മൾ സാധാരണ r ഡിവൈഡ്സ് പി ക്യൂ എന്ന് എഴുതുമ്പോഴത്തേക്കും r നമ്മൾ ഇവിടെ എഴുതും. ആറിന്റെ കോർഡിനേറ്റ്സ് x y z ആയിട്ട് ഇവിടെ എഴുതും. പിയുടെ കോർഡിനേറ്റ്സ് x1 y1 z1, Qന്റെ കോർഡിനേറ്റ്സ് x2 y2 z2 ആണ്. ഇവിടെ ചെറിയ മാറ്റമുണ്ട്. Q ഡിവൈഡ്സ് പി ആർ ആണ്. അപ്പം Qന്റെ കോർഡിനേറ്റ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുക. ഡിവൈഡ് ഏത് പോയിന്റ് വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നത് അതിന്റെ കോർഡിനേറ്റ്സ് അല്ല കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എഴുതി. Qന്റെ കോർഡിനേറ്റ്സ് ഈക്വൽ ടു x1 y1 z1 ആയിട്ട് p വരും, x2 y2 z2 ആയിട്ട് r വരും. x1 y1 z1 ആയിട്ട് p എന്ന് പറയുന്നത് 3 2 -4 ആണ്. 3 2 -4 വരും. x2 y2 z2 ആയിട്ട് r ആണ്. r എന്ന് പറയുന്ന 9 8 -1 വരും. 9 8 -1. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നോക്കിക്കോണം ഏത് ഏരിയ ഡിവൈഡ് ചെയ്യുന്നതെന്നൊക്കെ കേട്ടോ. Q ഡിവൈഡ്സ് p ആർ. ഇനി നമുക്ക് നോക്കാം. വാല്യൂസ് കൊടുക്കാം. ഇനി Qന്റെ വാല്യൂ നമുക്കറിയാലോ. Qന്റെ കോർഡിനേറ്റ്സ് ഇനി നമുക്ക് ഇവിടെ എഴുതാം. Qന്റെ കോർഡിനേറ്റ്സ് 5 4 -6 എന്ന് തന്നിട്ടുണ്ട്. തന്നുകൊണ്ട് അത് നമുക്ക് നേരിട്ട് എഴുതാം. 5 4 -6 ഈക്വൽ ടു ഇനി k × x2. k × x2 എന്ന് പറഞ്ഞാൽ 9k വരും. k × x2 9k പ്ലസ് x1 എന്ന് പറയുന്നത് 3 വരും. 9k + 3 by k + 1. അടുത്ത k/2. k × y2 എന്ന് പറയുമ്പോൾ 8 വരും. 8k പ്ലസ് y1 എന്ന് പറഞ്ഞാൽ 2 വരും. പ്ലസ് 2 by k + 1. ഇനി kz2. k × z2 എന്ന് പറയുമ്പോൾ -1. അപ്പോൾ -1k വരും. -k വരും. -1k നെ -k വരാം. പ്ലസ് z1 എന്ന് പറയുന്നത് -4 വരും. -4 by k + 1. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പം 5 4 -6 ഇതിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 5 ഈക്വൽ ടു ഓരോന്ന് ഈക്വേറ്റ് ചെയ്യാമല്ലോ. 5 ഈക്വൽ ടു അടുത്ത 9k + 3 by k + 1. അല്ലെങ്കിൽ 4 ഈക്വൽ ടു രണ്ടാമത്തേത്, -6 ഈക്വൽ ടു മൂന്നാമത്തെ. ഏത് വേണമെങ്കിലും എഴുതാം. നമുക്ക് ഒരെണ്ണം കിട്ടിയാൽ മതി. ഒരെണ്ണം എടുത്താൽ മതി. ഏതെടുത്താലും ഒരേ ആൻസറേ കിട്ടുള്ളൂ. ഏതെങ്കിലും എടുത്താലും 5 ഈക്വൽ ടു ദിസ് വൺ എടുക്കാം. ഇനി ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി. ഇത് സോൾവ് ചെയ്യാം നമുക്ക്. ദാറ്റ് ഈസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 5 × k + 1
ഈക്വൽ ടു 9k + 3 എന്ന് വരും. 5 ഇൻറ്റു ഡിവൈഡഡ് ബൈ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുന്നു, ഇൻറ്റു ആക്കി എക്സ്പാൻഡ് ചെയ്യുക. 5k + 5 ഈക്വൽ ടു 9k + 3. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതല്ലേ വലുത്, തിരിച്ചെഴുതാം. ലെഫ്റ്റും റൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. 9k + 3 ഈക്വൽ ടു 5k + 5. ഇനി k കണ്ടുപിടിച്ചാൽ മതി. 5k ലെഫ്റ്റിൽ കൊണ്ടുവരിക, 3 റൈറ്റിൽ കൊണ്ടുപോവുക. 9k - 5k ഈക്വൽ ടു 3 റൈറ്റിൽ പോകുമ്പോൾ 5 - 3. 9k - 5k എന്ന് പറയുമ്പോഴത്തേക്കും 4k ഈക്വൽ ടു 5 - 3 എന്ന് പറയുമ്പോൾ 2. k ഈക്വൽ ടു 2/4. വെട്ടിക്കളയുമ്പോൾ 1/2 ഉണ്ടോ? റേഷ്യോ കിട്ടി. റേഷ്യോ എന്ന് പറഞ്ഞാൽ k ഈക്വൽ ടു 1/2 അല്ലേ? അപ്പം 1:2 കിട്ടും റേഷ്യോ. റേഷ്യോ ഈക്വൽ ടു 1:2. പോസിറ്റീവ് ആയതുകൊണ്ട് ഇന്റേണലി. ഇനി ഇവിടെ സപ്പോസ് നെഗറ്റീവ് 1/2 എന്ന് കിട്ടുന്നെങ്കിൽ 1:2 എക്സ്റ്റേണലി എന്ന് എഴുതിയാൽ മതി. നെഗറ്റീവ് 1:2 എന്ന് എഴുതല്ലേ, 1:2 എക്സ്റ്റേണലി എഴുതുക. ഇനി നിങ്ങൾ ഇതെടുത്ത് ചെയ്താലും ഇതേ ആൻസർ കിട്ടും. കണ്ടോ, 8k + 2/k + 1 ചെയ്താലും അത് തന്നെ കിട്ടും. 8k + 2/k + 1. രണ്ടാമത്തേത് ഈക്വൽ ടു 4 എടുത്താലും ഇത് തന്നെ കിട്ടും. 4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 8k + 2 ഈക്വൽ ടു 4 × k + 1. 8k + 2 ഈക്വൽ ടു 4k + 4. 4k ഇപ്പറേ കൊണ്ടുവരിക. 8k - 4k 4 - 2 കണ്ടോ, 4k ഈക്വൽ ടു 2 വരും. 4k ഈക്വൽ ടു 2. ഇത് ആൻസർ തന്നെ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം കൊളീനിയർ ആണെന്ന് പറഞ്ഞാൽ ഒരെണ്ണം മറ്റേ രണ്ടെണ്ണത്തിനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇത് ഇന്റേണൽ ആവാം, എക്സ്റ്റേണൽ ആവാം. ഇതുപോലെ ചെയ്താൽ മതി. ഇത്തരം കാര്യങ്ങളാണുള്ളത് സെക്ഷൻ ഫോർമുലയ്ക്കകത്ത്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. വളരെ ചെറിയൊരു ചാപ്റ്റർ, രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഡിസ്റ്റൻസ് ഫോർമുല, സെക്ഷൻ ഫോർമുല. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അങ്ങനെ ഒരു ചെറിയ ചാപ്റ്ററാണ് 3 ഡയമെൻഷണൽ ജിയോമെട്രി. അതുകൊണ്ട് ഈ ചാപ്റ്ററും തീർന്നു. ഓക്കെ, താങ്ക് യു.